നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് താറിൻ്റെ, അതായത് മഹീന്ദ്ര താറിൻ്റെ ഇലക്ട്രിക് മോഡലാണ് കേട്ടോ. ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു പാറ്റൻ ടാങ്ക് പോലത്തെ സാധനമാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കൺസെപ്റ്റാണ്, അതായത് കഴിഞ്ഞ 6 മാസം മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഇവൻറ്റിൽ ഇവർ അവതരിപ്പിച്ച കൺസെപ്റ്റ് മോഡലാണ് കേട്ടോ ഇത്. അതായത് മഹീന്ദ്രയുടെയും നമ്മൾ ടാറ്റയുടെ കാര്യങ്ങൾ അറിയാം. ടാറ്റ ഞാൻ മിക്ക വീഡിയോകളും പറയാറുണ്ട്, ടാറ്റയുടെയാണ് നമ്മൾ കൂടുതലും വീഡിയോ തരാറുണ്ട്. ടാറ്റയുടെ യൂറോപ്യൻ ഡിസൈൻസ് വന്നതോടുകൂടി മഹീന്ദ്രയ്ക്കും ഇന്ത്യൻ മോഡലാണെങ്കിലും മഹീന്ദ്രയും യൂറോപ്പിൽ അവരുടെ ഡിസൈൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. UK ഓക്സ്ഫോർഡ് ഷെയറിൽ അവരുടെ മെയ്ഡ് എന്ന് പറയുന്ന, അതായത് മഹീന്ദ്ര അഡ്വാൻസ്ഡ് ഡിസൈൻ യൂറോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ലിമിറ്റഡ് അവരൊരു ഡിസൈൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഡിസൈൻസുകളാണ് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഹെവി ഡിസൈൻസ് എല്ലാം കേട്ടോ. അതായത് സ്കോർപിയോ എന്നിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ പിക്കപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ തന്നെ റാലി ഇലക്ട്രിക് ഡിസൈൻസ് എല്ലാം തന്നെ അവിടെ നിന്നാണ് കേട്ടോ കൂടുതലും നടക്കുന്നത്. അതുപോലെ റാലി എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ നമ്മൾ ഓൾറെഡി അതും ഒരു വീഡിയോ ചെയ്തിരുന്നത്. അതായത് ഇത്തവണത്തെ ഓട്ടോ ഷോയിൽ അവർ അവതരിപ്പിച്ച ഒരു മോഡലായിരുന്നു റാലി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗണിൽ ഒരു കഴിഞ്ഞ 6 മാസം മുമ്പ്, അതായത് 2023 ജൂണിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ജൂണിലോ ജൂലൈയിലോ ഒരു അവതരിപ്പിച്ച ഓട്ടോ ഷോയിൽ അവതരിപ്പിച്ച കൺസെപ്റ്റുകളായിരുന്നു. 2 മോഡലുകളായിരുന്നു. സ്കോർപിയോ എന്നിനെ ബേസ് ചെയ്തുള്ള പിക്കപ്പും, അതായത് ഗ്ലോബൽ പിക്കപ്പ്, അതായത് ഗ്ലോബൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിരുന്നതിനെ കുറിച്ചുള്ളത്. അതിൻ്റെ എന്തായാലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് എന്തായാലും ആദ്യം ലാറ്റിൻ അമേരിക്കനോ അതുപോലെ ഗൾഫ് കൺട്രീസ് അതുപോലെ ഓസ്ട്രേലിയ അത്തരം രാജ്യങ്ങളിലേക്ക് വന്നതിന് ശേഷമായിരിക്കും രണ്ടാമതായിരിക്കും ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്തയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവതരിപ്പിച്ച മറ്റൊരു ഇലക്ട്രിക് വാഹനമായിരുന്നു ഈ താറി എന്ന് പറയുന്ന മോഡൽ കേട്ടോ. അതായത് മഹീന്ദ്ര അഡ്വാൻസ് ഡിസൈൻ യൂറോപ്പിൽ നിന്നുള്ള അവരുടെ യൂറോപ്യൻ ഡിസൈൻ ചെയ്ത താറിനെ ബേസ് ചെയ്തുള്ള ഒരു പാറ്റൻ ടാങ്ക് തന്നെയാണ് ഈ താറിൻ്റെ ഇലക്ട്രിക് മോഡൽ കേട്ടോ. മൊത്തത്തിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ സൈസിലുള്ള ടയറുകൾ, അതുപോലെ അതിൻ്റെ അലോയ്സ് ആണെങ്കിലും ഡിസൈൻ നമുക്ക് കാണാം. അതുപോലെ ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും കാണാവുന്ന കേട്ടോ. സ്ക്വയർ ഷേപ്പിലുള്ള ഡിസൈനുകളാണ് വന്നിരിക്കുന്നത്. ലൈറ്റുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഡിസൈനാണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇവർ കാണിച്ചിരിക്കുന്ന സെയിം ബമ്പറാണ്. അതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആർച്ച് ഏരിയ, അതായത് റെയർ വീലിൻ്റെ ആർച്ച് ഏരിയ പുറത്തേക്ക് ഒരു പ്രൊജക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ആ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫൻഡറിൻ്റെ ലുക്കൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ ഡിസ്കവറിയുടെ ലുക്കാണ് എനിക്ക് തോന്നിയത്. സൈഡിൽ നിന്നുള്ള ആ പ്രൊഫൈലും ബാക്ക് പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു ഡിസ്കവറിയുടെ ലുക്കാണ്. ബമ്പറും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡോറിൻ്റെ ഹാൻഡിൽസ് ആണ് ഹിഡൻ ആണ് കേട്ടോ. അത് ഫ്ലഷ് ആയിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ്. പക്ഷേ ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ജീപ്പിൻ്റെ അല്ലെങ്കിൽ പഴയ താറിൻ്റെ ഒക്കെ പോലെ പ്രൊജക്റ്റഡ് ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ഹിഞ്ചസ് ആയിട്ട്, അത് റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിനൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു ഡിസൈൻ തന്നെ ഫോളോ ചെയ്യുന്നത്. ആ ഹിഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ആ ബോണറ്റിൻ്റെ ലോക്ക്, അതൊരു വെറുതെ ഇപ്പോൾ ഉള്ള വാഹനങ്ങൾക്കൊന്നും ആവശ്യമില്ലെങ്കിലും അതൊരു വെറുതെ അലങ്കാരത്തിന് പഴയ വണ്ടിയുടെ ഓർമ്മിക്കുന്നത്. അതായത് പഴയ വാഹനത്തിൻ്റെ ആ ഒരു പരമ്പരാഗത രീതിയിലുള്ള കുറേ എലമെൻറ്റ്സ് അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയർ വ്യൂ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റെയർ വ്യൂ മിററുകളല്ല, ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നമുക്ക് ക്യാമറയിലായിരിക്കും വ്യൂസ് എല്ലാം നോക്കാനുള്ള രീതിയിൽ കാണിച്ചത്. അഡ്വാൻസ് ആയിട്ട് കൊണ്ടിരിക്കുകയാണല്ലോ, അഡ്വാൻസ് ഡിസൈനാണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. അലോയ് വീൽസ് അല്ലെങ്കിൽ ഡ്രം വീൽസ് കാണാൻ പറ്റും, പുതിയൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ഡോറയിലൊരു താഴേക്ക് ഇറങ്ങുന്ന ഒരു ബ്ലാക്ക് സ്ട്രിപ്പിൻ്റെ ഒരു ഡിസൈൻ, അതൊക്കെ നമുക്ക് മറ്റൊരു ഡിസൈനിലേക്കാണ് നമ്മളെ തോന്നിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഓൾ ടെറൈൻ ആയിട്ടുള്ള ടയറുകൾ തന്നെയാണ് കാണിച്ചിരിക്കുന്ന ഡിസൈനിൽ. ഇത് കൺസെപ്റ്റായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. എന്തായാലും ഒരു 2025 അവസാനത്തോടെയൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഓൾറെഡി റാലിയുടെ ടെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും ഈ താറിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരുന്നത്. അതായത് ഓൾ വീൽ ഡ്രൈവ് ഇത് വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ ഒരു മോട്ടർ വരുന്നു, ബാക്കിലേക്കൊരു വീലിലൊരു മോട്ടർ വരുന്നു. അങ്ങനെ സെപ്പറേറ്റ് 2 മോട്ടറൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് കൺസെപ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നവർ. എന്തായാലും താറിൻ്റെ ഒരു മോഡൽസ് എല്ലാം തന്നെ എല്ലാവർക്കും ഹരമാണ്. എനിക്കും ഹരമായിട്ടുള്ളൊരു വണ്ടിയാണ്. മേടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. യൂട്യൂബൊക്കെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ എന്തെങ്കിലും നോക്കാൻ പറ്റുമായിരിക്കും. നമ്മളൊക്കെ യൂട്യൂബിലെ തുടക്കക്കാരാണല്ലോ. എന്തായാലും ഈ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൺസെപ്റ്റാണ്, വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആകാംക്ഷയുള്ളത് കേട്ടോ. എന്തായാലും ഒരു 25-26 ഇലക്ട്രിക് വെർഷനായിട്ടുള്ള ഈ താറൊക്കെ പ്രതീക്ഷിക്കാമായിരിക്കും മാർക്കറ്റിൽ. നമുക്ക് ആശിക്കാം എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഈ ഡിസൈൻ തന്നെയാണ് വരുന്നത്. എന്തായാലും ഈ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ ഒരു പാറ്റൻ ടാങ്ക് പോലെ നമ്മുടെ പഴയ ഹമ്മറൊക്കെ വരുന്ന ഒരു ഹെവി ലുക്കിലായിരിക്കും കേട്ടോ ഈ ഡിസൈനൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം പുതിയ ഡിസൈനുകളൊക്കെ വരട്ടെ. നമുക്ക് പുതിയ ഡിസൈനുകൾ കാണാനും പുതിയ വാഹനങ്ങൾ മാർക്കറ്റിൽ എത്താനും സാധിക്കട്ടെ, അല്ലെങ്കിൽ എത്തിക്കാനും സാധിക്കട്ടെ ഇന്ത്യൻ കമ്പനികൾക്ക്. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായി ടാറ്റയും മഹീന്ദ്രയും മാറട്ടെ. വേൾഡ് ക്ലാസ് ഡിസൈനുകളും വേൾഡ് ക്ലാസ് വണ്ടികളുമൊക്കെ അവരും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാവട്ടെ. അതായത് സ്കോർപിയോയുടെ ആ ഒരു ഗ്ലോബൽ പിക്കപ്പിന് തന്നെ മഹീന്ദ്ര പറഞ്ഞിരിക്കുന്ന അവരുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് വേണ്ടി ഒരു ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് എന്നാണ് കേട്ടോ.